ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ടീ കേക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വൈകുന്നേരങ്ങളിൽ നമ്മൾക്ക് ചായയുടെ കൂടെ കഴിക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇതുപോലെ ഒരു കേക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ അവർ വളരെ പെട്ടെന്ന് ഇത് തീർത്തു തരും. വളരെ സോഫ്റ്റും യമ്മിയുമാണ്. 2 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് ഇതിൽ നട്ട്സൊക്കെ ചേർത്താൽ ഇഷ്ടപ്പെടില്ല, കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് നട്ട്സൊക്കെ ഒന്നും ചേർക്കാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന കേക്ക്, അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. അതിന് 1/4 കപ്പ് പഞ്ചസാര ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. പിന്നെ വേറൊരു ബൗളിലേക്ക് ഞാൻ 1/2 കപ്പ് റവ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ടത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് ഈ റവ ഒന്ന് നന്നായിട്ട് കുതിർന്നിട്ടുണ്ടാവും. ഇത് നമുക്ക് ബാറ്റർ ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്കൊരു ബൗളിലേക്ക് 1 കപ്പ് മൈദമാവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അരിപ്പയിലൂടെ അരിച്ചെടുക്കുമ്പോഴേക്കും മൈദ മാവുമായിട്ട് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നന്നായിട്ട് മിക്സപ്പ് ആവും. അതുകൊണ്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്കൊരു കോഴിമുട്ട വേണം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ബീറ്റ് ചെയ്തെടുത്താൽ മതിയാകും. മുട്ട ചേർക്കാത്തവർക്ക് പകരം പാല് ചേർത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ് വേണം. പിന്നെ ഞാനിവിടെ കുറച്ച് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതിയാകും. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ ബട്ടറിന് പകരം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് മിക്സിങ് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പൊടിച്ച പഞ്ചസാര ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1/4 കപ്പ് ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗീയോ അല്ലെങ്കിൽ ബട്ടറോ ചേർക്കാം. 100 ഗ്രാം ഒരു 150 ഗ്രാം വരെ ബട്ടർ ചേർത്താൽ മതിയാകും. ബട്ടർ ചേർക്കുമ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ ചേർക്കണം. ഓയിലും ഷുഗർ പൗഡറും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുതിർത്തി വെച്ചിരിക്കുന്ന 1/2 കപ്പ് റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് ഈ ബാറ്ററുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പഞ്ചസാരയും ഓയിലും കൂടി മിക്സ് ചെയ്ത ആ ബാറ്ററിലോട്ട് ഈ റവ നന്നായിട്ട് കട്ടയില്ലാതെ ഉടച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന മൈദ മാവ് കുറച്ച് ചേർത്ത് മിക്സ് ചെയ്യുക. കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ടൈറ്റായിട്ട് തോന്നണമെങ്കിൽ മാത്രമാണ് നമ്മൾ പാല് ചേർക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് പാല് നമ്മൾ നേരത്തെ എടുത്തു വെച്ചത്. അവസാനമാകുമ്പോഴേക്കും ടൈറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ പാല് ചേർക്കുന്നത്. കുറച്ചായിട്ട് ഈ മൈദമാവ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ മൈദമാവെല്ലാം ഇതിൽ മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കേക്കിൻ്റെ ബാറ്റർ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ സൈഡിൽ തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ബീറ്റ് ചെയ്ത് ചേർക്കാം. മുട്ട ബീറ്റ് ചെയ്ത് ചേർക്കുമ്പോൾ ഇത് ചേർക്കുന്ന സമയത്ത് തന്നെ ബീറ്റ് ചെയ്തിട്ട് ചേർക്കുക. എന്നിട്ട് നല്ല സോഫ്റ്റായിട്ട്, അതായത് വളരെ സ്മൂത്തായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. മുട്ടയുടെ ബാറ്റർ മിക്സ് ചെയ്തതിന് ശേഷം ടൈറ്റാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് പാല് ചേർത്ത് ലൂസാക്കാം. ഇപ്പം മുട്ടയുടെ ബാറ്ററെല്ലാം ചേർത്തിട്ടുണ്ട്, നന്നായിട്ട് മിക്സപ്പ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
നമ്മൾ റെഡിയാക്കിയ ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസി ആയതുകൊണ്ട് ഞാൻ പാലൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നമ്മൾ മിക്സ് ചെയ്ത ബാറ്റർ കറക്റ്റ് കൺസിസ്റ്റൻസിയിലായതുകൊണ്ട് ലൂസൊക്കെ കറക്റ്റാണ്. അതുകൊണ്ട് ഞാൻ പാല് ചേർക്കാത്ത ബാറ്ററാണ് ഇപ്പോൾ കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലെ എയർ ബബിൾസൊക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ നമുക്ക് നല്ല ലെവലിലുള്ള കേക്ക് ഉണ്ടാക്കി കിട്ടും. അപ്പോൾ ഞാൻ എടുത്തു വെച്ച പാൽ ഇതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. പ്രീ ഹീറ്റ് ചെയ്ത ഒരു ബിരിയാണി പോട്ടിലാണ് ഞാൻ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. താഴെ ഒരു ലിഡ് വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ കേക്കിൻ്റെ താഴെ ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് കേക്ക് ടിൻ വെച്ചിട്ട് കവർ ചെയ്ത് 20 മിനിറ്റ് മീഡിയം ഹീറ്റിലും 25 മിനിറ്റ് ലോ ഹീറ്റിലും ബേക്ക് ചെയ്യുക. ഇപ്പോൾ 45 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. എന്നിട്ട് നമ്മളൊരു കമ്പി കൊണ്ട് അല്ലെങ്കിൽ കത്തിയുടെ അറ്റം കൊണ്ടോ കുത്തി നോക്കുക. ഒരു പപ്പട കമ്പി ആയാലും മതി, കുത്തി നോക്കിയിട്ട് ഒട്ടി പിടിക്കണില്ലെങ്കിൽ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇതിപ്പോൾ കറക്റ്റ് ടൈമിംഗ് ആണ് കേട്ടോ. 45 മിനിറ്റ്സ് ആണ് ഇതിനെടുത്തത്. നല്ല കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇതിൽ പറഞ്ഞിരിക്കുന്ന അളവിലുള്ള ബാറ്റർ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കേക്ക് ഉണ്ടാക്കിയാൽ ഒട്ടും ഫ്ലോപ്പ് ആകാതെ ബേക്കായി കിട്ടും. വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് കേക്ക് ഉണ്ടാക്കാം. കേക്ക് ഉണ്ടാക്കിയാൽ ശരിയാകാറില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയാൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. ബൈ. താങ്ക് യു.